ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹൽവയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹൽവ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിലാണ് തയ്യാറാക്കുന്നത്. കഞ്ഞിവെള്ളം നമ്മൾ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എന്ന് വെച്ചാൽ കട്ടിയുള്ള അത്രയും ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തെളിവെള്ളം നമ്മൾ കുറേ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ വേണ്ടത് ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ എണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര, എള്ള്, ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്. ഇത്രയാണ് ഇതിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ബീട്രൂട്ട് ഹൽവ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ട നല്ല ഒരു കുഴമ്പൻ രൂപത്തിലിരിക്കുന്ന കഞ്ഞിവെള്ളമാണ്. എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ തെളിവെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത് 1 ലിറ്റർ കഞ്ഞിവെള്ളമുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച ശേഷം പിന്നെ തീ സിമ്മിലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അങ്ങനെ തീയും കുറച്ചും കൂട്ടി ഇട്ട് കൊടുത്ത് തന്നെ ഇതിനെ നമുക്കിങ്ങനെ ഇളക്കി ഇതിനെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ പാട മുകളിൽ വരും. അപ്പം നമുക്ക് പാട ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരിയെടുത്ത് മാറ്റാം. അതിനുശേഷം വീണ്ടും ഇതിനെ ഇങ്ങനെ ഇളക്കി അപ്പോൾ കുറേ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് വറ്റിയെടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. എങ്ങനെ ആയാലും ഒരു അരമണിക്കൂർ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി വരും. ഇതുപോലെ ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയിടുമ്പോൾ തിളച്ച് തൂകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്കൊരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ബൗൾ പഞ്ചസാരയിലെ പകുതി പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ മധുരം നോക്കിയിട്ട് അതിനാവശ്യത്തിന് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് കുറുകി വറ്റി വരുമ്പോൾ അത് ചിലപ്പോൾ പരുവത്തിന് മധുരമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി കഴിയുമ്പോൾ മധുരം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ദാണ്ട് ഇതുപോലെ കുറുകി വരും. അപ്പോൾ ഇതിന് മുകളിൽ ഇതുപോലെ പാട വരുമ്പോൾ പാടയങ്ങ് കോരിക്കളയുക. അപ്പോൾ നമ്മളൊരു 3 ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഏലക്കയുടെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് ഏലക്ക നമുക്കങ്ങ് എടുത്ത് കളയാം. അരി നന്നായിട്ട് ചതച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ദാണ്ട് എള്ളെടുത്ത് വെച്ചിട്ടുണ്ട്, എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ എള്ള് നമുക്ക് വെള്ള കളർ എള്ളുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. പക്ഷേ കറുത്ത എള്ളിനാണ് ഗുണം കൂടുതൽ. അതുമല്ല ഇവിടെ കറുത്ത എള്ളേ ഉള്ളായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് ഇട്ട് കൊടുത്തത്. അപ്പോൾ കറുത്ത എള്ള് ഇട്ട് കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ കളർ ഇപ്പം മാറിയത്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. അപ്പോൾ ഇതുപോലെ കുറുകി വറ്റി വരും. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, മുന്തിരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഇച്ചിരി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 1/2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല. നമുക്ക് നെയ്യൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1.5 സ്പൂൺ നെയ്യൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു സ്പൂൺ നെയ്യേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ഇതുപോലെ തീ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുത്ത് പിന്നെ ഇതുപോലെ ഇളക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിട്ട് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം. ഈ സമയം നമുക്കിതിനെ എടുത്തൊരു ബൗളിലോ നമുക്കിഷ്ടമുള്ള പാത്രത്തിൽ, സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല, നമുക്കിഷ്ടമുള്ള പാത്രത്തിൽ നമുക്കിതിനെ എടുത്ത് വയ്ക്കാം. അപ്പം ഞാനിതുപോലെ ഒരു ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടോട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തണുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നങ്ങ് കട്ടിയായി വരും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള, അപ്പോൾ ഏത് ഷേപ്പാണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലത്തെ പാത്രങ്ങൾ എടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഈ ബൗളിൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കണമെങ്കിൽ നമ്മളൊരു സ്പൂൺ എടുക്കുക. സ്പൂണിൻ്റെ അടിയിൽ ഒരല്പം നെയ്യ് തൂകുക. ആ നെയ്യ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു ഹൽവ നമുക്ക് തയ്യാറായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ 1 ബൗൾ പഞ്ചസാര എടുത്തെങ്കിലും പകുതി പഞ്ചസാരയെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അത് കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ. അപ്പം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.